വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുകയും വിദ്യാഭ്യാസ മേഖലയെ തരിപ്പണമാക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും നയങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നീതിക്കായി ഡൽഹി തെരുവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന ഡൽഹി പോലീസിന്റെയും സംഘപരിവാർ ഗുണ്ടകളുടെയും അക്രമങ്ങൾ ജനാധിപത്യ രാജ്യത്തിന് നാണക്കേടാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം അഭിപ്രായപ്പെട്ടു. 1947 ശേഷം ഇന്ത്യയുടെ പട്ടാള ബാരക്കിൽ നിന്ന് പട്ടാളം പുറത്തിറങ്ങിയത് RSSനെ തുരത്തുന്നതിന് വേണ്ടിയാണ്, പാർലമെന്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രം പഠിക്കണം. RSS പാർലമെന്റിന്റെ പവിത്രതയെ കുറിച്ച് RSS ആളുകൾ പഠിപ്പിക്കണ്ട. 1967 ആകെ പുകപടലം കൊണ്ട് പാർലമെന്റ് കാണാൻ കഴിയുന്നില്ല എന്നായിരുന്നു രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് AICC പ്രസിഡന്റ് ആയിരുന്ന കാമരാജിന്റെ വീടിന് തീയിട്ടു, അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ വീടിന് തീയിട്ടു, 200ഓളം വാഹനങ്ങൾക്ക് തീയിട്ടു. RSS നടത്തിയിട്ടുള്ള കലാപങ്ങൾ, അക്രമങ്ങൾ രാജ്യത്ത് എന്തെന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങളിലൂടെ കൊന്നൊടുക്കിയ ഈ സംഘം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരാണ് ഇതിന് നേതൃത്വം, ഇന്നത്തെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു. CV ഖലീൽ, U മുനീബ്, പ്രകാശൻ, അബ്ദുറഹിമാൻ ഫാറൂഖി എന്നിവർ സംസാരിച്ചു.